സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിനു രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നോമ്പിൻ്റെ നാളിൽ കൂടി നാം കടന്നു പോകുന്നുവല്ലോ. അല്പനേരത്തെ ചിന്തയ്ക്കായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് ചാപ്റ്റർ 19 verses 1 to 10. സക്കേവൂസ് ദ ടാക്സ് കളക്ടർ. ഈ വേദഭാഗത്തിന് ജേർണി ടു ദ ക്രോസ് ആൻഡ് ടു ദ മെൻ എന്ന തലക്കെട്ട് നമുക്ക് നൽകാം. നോമ്പിൻ്റെ കാലം ഒരു ആത്മീയ യാത്രയാണ്. ക്രൂശിലേക്കും ഹൃദയത്തിലേക്കും നടത്തുന്ന യാത്ര. യേശു എരിഹവിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ക്രൂശിലേക്കുള്ള യാത്രയാണെന്നും മുന്നിൽ കാത്തിരിക്കുന്നത് വേദനയും നിന്ദയും മരണവുമാണെന്നും അറിഞ്ഞുകൊണ്ടുള്ള യാത്ര. ക്രൂശ് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. യേശു കടന്നു പോകുമ്പോൾ സക്കായി എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നു. ഈ സംഭവത്തിലൂടെ നാം 3 ആത്മീയ സത്യങ്ങൾ ഈ നോമ്പിന്റെ കാലത്തിനോട് ചേർന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. 1. റിക്ലമേഷൻ ഓഫ് ലോസ്റ്റ് ലൈവ്സ്, നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെ വീണ്ടെടുപ്പ്. 2. ഡിസേൺമെന്റ്, ആത്മീയ തിരിച്ചറിവ്. 3. ഡെഡിക്കേഷൻ, സമർപ്പണം. റിക്ലമേഷൻ ഓഫ് ലോസ്റ്റ് ലൈഫ്. സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയായ ഒരു ധനികനായിരുന്നു, അതായത് നികുതി ഈടാക്കുന്നവരുടെ തലവൻ. സമൂഹത്തിൽ പാപിയും തള്ളിക്കളഞ്ഞവനുമായി കണക്കാക്കപ്പെട്ട ഒരാൾ. സമൂഹം അവനെ ഒഴിവാക്കിയപ്പോഴും യേശു അവനെ ഒഴിവാക്കിയില്ല. അവന്റെ പേര് ചൊല്ലി യേശു അവനെ വിളിച്ചു. ഈ സമയം, ഈ നോമ്പിന്റെ കാലം നമ്മൾക്കും ഒരു ആത്മപരിശോധനയുടെ സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും യേശുവിനെ തേടാതെ പോയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയം എവിടെയെങ്കിലും അടച്ചു വെച്ചിട്ടുണ്ടോ? മനുഷ്യപുത്രൻ നഷ്ടപ്പെട്ടവരെ അന്വേഷിച്ചും രക്ഷിച്ചും കൊള്ളുവാൻ വന്നിരിക്കുന്നുവെന്ന് വേദഭാഗമുണ്ടല്ലോ. ഈ നോമ്പിന്റെ കാലം നമ്മളെ പഠിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടവരെ തിരിച്ചറിയുക, സ്വയം ആത്മപരിശോധന ചെയ്ത് നഷ്ടപ്പെട്ടവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഹൃദയം നഷ്ടപ്പെട്ടവരെ തിരിച്ചു നേടുക എന്നതാണ്. 2. ഡിസേൺമെന്റ്, ആത്മീയ തിരിച്ചറിവ്. സക്കായിക്ക് ധനമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, പക്ഷേ ഹൃദയം ശൂന്യമായിരുന്നു. ജനക്കൂട്ടം സക്കായിയെ ഒരു പാപിയായി മാത്രമാണ് കണ്ടത്. പക്ഷേ യേശു അവന്റെ ഹൃദയം കണ്ടു. യേശു കണ്ടത് അവന്റെ ശൂന്യ ഹൃദയം. അവിടെ മാറ്റത്തിനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി. ഇതാണ് ആത്മീയ തിരിച്ചറിവ്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ യേശുവിനെ തിരിച്ചറിയുക, ആത്മീയ തിരിച്ചറിവിലൂടെ യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. എവിടെയാണ് നമ്മളുടെ ഹൃദയം തുറക്കേണ്ടത്? നമ്മൾ ഹൃദയം തുറക്കുമ്പോൾ യേശുവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതായി കാണുന്നുണ്ടല്ലോ. ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു. നമ്മുടെ പാപ സ്വഭാവമോ നമ്മുടെ കഴിഞ്ഞകാല ജീവിതമോ അല്ല യേശു കാണുന്നത്. ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് നമ്മളിലേക്ക് ഒരു ആത്മീയ തിരിച്ചറിവ് ഉണ്ടാക്കിത്തരുന്നു. 3. ഡെഡിക്കേഷൻ, സമർപ്പണം. യേശുവിൻ്റെ വിളി കേട്ട് അത്തിമരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയ സക്കായി ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിലായിരുന്നു. വസ്തുവകകളിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ചതിവായി വാങ്ങിയിട്ടുള്ളതെല്ലാം 4 മടങ്ങ് തിരിച്ചു കൊടുക്കുന്നു. ഇതൊരു പശ്ചാത്താപം മാത്രമല്ല, മറിച്ച് ഒരു സമർപ്പിത ജീവിതത്തിന്റെ തെളിവ് കൂടിയാണ്. നമ്മൾക്ക് ഈ നോമ്പിൽ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, നമ്മളുടെ ജീവിതം എങ്ങനെയാണ് യേശുവിന് സമർപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതം, നമ്മുടെ സമയം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സേവനം, ഇതൊക്കെയും നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം. സക്കായിയുടെ വീട്ടിൽ രക്ഷ സംഭവിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ചരിത്രം തന്നെ മാറി.
സക്കായിയുടെ വീട്ടിലെ പോലെ നമ്മുടെ ഹൃദയത്തിലും വീട്ടിലും യേശുവിനെ സ്വീകരിച്ചാൽ രക്ഷയുടെ കൂടാരമുണ്ടാകും. ഈ സക്കായിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ: സ്വയം തിരിച്ചറിഞ്ഞ് നഷ്ടപ്പെട്ടവരെയും തിരിച്ചറിയുക എന്നുള്ളത്. രണ്ടാമതായി, ഹൃദയത്തെ തുറന്ന് യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളത്. സക്കായി സ്വീകരിച്ചതുപോലെ നമ്മൾക്കും സ്വീകരിക്കാം. മൂന്നാമതായി, ജീവിതത്തെ സമർപ്പിച്ച് രക്ഷയുടെ കൂടാരം ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത്. യേശുവിനെ കാണുന്ന ഒരാൾ നഷ്ടപ്പെട്ടവനായി തുടരുന്നില്ല. അവൻ്റെ ജീവിതം തിരിച്ചു കിട്ടി സമർപ്പിതമാകും. ഈ നോമ്പിൻ്റെ കാലത്ത് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിതവും പുനർനിർമ്മിക്കപ്പെടാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇതിന് സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.